പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് റീഡിംഗ് വഴി അല്ല ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആണ് പാർട്ട് എയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതെന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്കിമ്മിങ് എന്താണ്, സ്കാനിങ് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. റീഡിങ് 2 വെക്കാബുലറി സൈമൾട്ടേനിയസ്ലി ആൻഡ് ട്രാക്ക് ദാറ്റ് വേർഡ്. ഈ പ്രോസസ്സ് 2 ടൂളുകൾ ഒരേപോലെ ചെയ്യുന്നതിന് സ്കിമ്മിങ് എന്നും, എവിടെയാണോ നമ്മുടെ സ്പെസിഫിക് ഇൻഫർമേഷൻ ആ കിട്ടിയ ലൈൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നതിന് സ്കാനിങ് എന്ന് പറയും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഈ പാർട്ട് എയിൽ ഈ സ്ട്രാറ്റജി ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുക. ഈ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, OET പാർട്ട് എയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 7 സ്റ്റെപ്പ് അപ്രോച്ച് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 7 സ്റ്റെപ്പ് അപ്രോച്ചിൽ കൂടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇഫക്റ്റീവായിട്ട് പാർട്ട് എയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് എന്താണ് ആ 7 സ്റ്റെപ്പ് അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, റീഡ് ദ ഹെഡിങ് ഓഫ് ദ അബ്സ്ട്രാക്ട്. നമുക്ക് തന്നിരിക്കുന്ന അബ്സ്ട്രാക്റ്റിന്റെ ഹെഡിങ് വായിക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, റീഡ് ദ സബ് ഹെഡിങ്സ് ഓഫ് ദ അബ്സ്ട്രാക്ട്. സബ് ഹെഡിങ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുക, ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ 600 മുതൽ 700 വരെ ഉള്ള റീഡിങ്ങിന്റെ പാർട്ട് എ റീഡിംഗ് അബ്സ്ട്രാക്ട് 4 തിരിച്ചിട്ടുണ്ടാവും. അത് OETയിൽ ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി ആൻഡ് ഡി എന്നാണ് പറയുക. ഈ ഓരോ ടെക്സ്റ്റിനും ടെക്സ്റ്റ് എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ സാധാരണഗതിയിൽ ഒരു ഹെഡിങ് കാണാറുണ്ട്. ഈ ഓരോ ടെക്സ്റ്റിന്റെയും ഹെഡിങ്ങിനെയാണ് ഞാൻ സബ് ഹെഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതെന്താണ്, ഇതിൽ ഇത്ര കാര്യം, ഒരു അബ്സ്ട്രാക്റ്റിന്റെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും വായിക്കുന്നത് എന്ന് വെച്ചാൽ, ഹെഡിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഹെഡിങ്സ് ആർ ജസ്റ്റ് ഇൻ നേച്ചർ. നമ്മൾ വായിക്കുന്ന അബ്സ്ട്രാക്റ്റിന്റെ ഒരു ബേസിക് എസൻസ് ആണ് എല്ലാ അബ്സ്ട്രാക്റ്റുകളുടെയും ഹെഡിങ് എന്ന് പറയും. നമ്മളൊരു പത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹെഡിങ് വായിച്ച് ഹെഡിങ്ങിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ട് അത് നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണഗതിയിൽ ആ വാർത്തയുടെ ഡീറ്റെയിൽസ് വായിക്കാറുള്ളൂ. അപ്പം ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്കുണ്ട്. ഇപ്പം പാർട്ട് എയിൽ ഞാൻ പറഞ്ഞിരുന്നു, the reading abstract is something related to the practical aspects of patient care. Therefore, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കൽ ഡിസീസ് കണ്ടീഷൻസോ പ്രൊസീജിയേഴ്സോ ആയിരിക്കും നമ്മൾക്ക് ഇവിടെ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതിന്റെ ഹെഡിങ്ങുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഹെഡിങ്ങിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് പ്രതിപാദിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാർട്ട് എയുടെ റീഡിംഗ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് പൈക്കയെ കുറിച്ചാണ് എന്ന് പറയുക, അല്ലെങ്കിൽ പിക്ക അല്ലെങ്കിൽ പൈക്ക എന്ന് പറയുന്ന സാധനം പിക്ക ആണ് എന്ന് വിചാരിക്കുക. പിക്ക ആണെങ്കിൽ പിക്കയുടെ അണ്ടറിൽ 4 ടെക്സ്റ്റുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 4ന്റെയും സബ് ഹെഡിങ്സുകളെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഒരു പിക്ചർ തരാം. Text A says about evaluation and diagnosis of pica. Okay. Text B, signs and symptoms of pica.
Text C, complications and its manifestations. Text D, potential complications of PICA. ഈ ഒരു 4 ഹെഡിങ്ങുകൾ വായിക്കുമ്പോൾ, 4 ഹെഡിങ്ങുകളും അതിൻ്റെ മെയിൻ ഹെഡിങ്ങും മാത്രം വായിക്കുമ്പോൾ നമുക്ക് ചില ഒരു ഏകദേശമായിട്ടുള്ള ഒരു പിക്ചർ, നമ്മൾ വായിക്കാൻ പോകുന്ന അബ്സ്ട്രാക്റ്റിനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുക. ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ വായിക്കാൻ പോകുന്ന അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് പിക്കയെ കുറിച്ചാണ്. ഇതിൻ്റെ അണ്ടറിൽ ഈ ഇൻഫർമേഷൻ, പിക്കയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. A, B, C and D എന്ന് പറയുന്ന 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് A എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആൻഡ് ഇവാലുവേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക എങ്ങനെ കൺഫേം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിക്കയെ കുറിച്ചാണെങ്കിൽ നമുക്കറിയാം അതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. അത് വായിക്കാതെ തന്നെ നമുക്ക് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന രീതിയിൽ ഏകദേശമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യും, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും, ഹിസ്റ്ററി കളക്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യും. ഇതൊക്കെയാണല്ലോ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് നമുക്കറിയാം. ഇതൊക്കെയാണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്ന്. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ടെക്സ്റ്റ് ബി എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പൈക്കയാണ്. സയൻസ് ആൻഡ് സിംറ്റം, പൈക്കയുടെ സയൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിക്കയുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിൽ അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം അറിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്ന എന്ത് സാധനവും കഴിക്കും. ഇതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഇല്ലാത്ത സാധനങ്ങളും കയ്യിൽ കിട്ടുന്ന കുമ്മായം പോലെയുള്ള, മണ്ണ് പോലെയുള്ള, മുടിയും പെൻസിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് പിക്ക എന്ന് നമുക്കറിയാം. നമുക്കത് വായിക്കേണ്ട കാര്യമുണ്ടോ? ഇത് വായിച്ചാലേ സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ? അല്ല, നമുക്കറിയാം. സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്ന ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അണ്ടറിൽ പ്രതിപാദിക്കാൻ പോകുന്ന കാര്യം ഇതൊക്കെയാണ് എന്നുള്ളത്. സി പറയുന്നു കോംപ്ലിക്കേഷൻസ് ഓഫ് പിക്ക ആൻഡ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ. പറയാം, പിക്കയുടെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുന്നു. ഡിയിൽ പറയുന്നു പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാവും, ഈ പറയുന്ന ടെക്സ്റ്റിൽ പിക്കയുടെ കോംപ്ലിക്കേഷൻസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈനർ കോംപ്ലിക്കേഷൻസ് എന്നും മേജർ കോംപ്ലിക്കേഷൻസ് എന്നും 2ആയിട്ട് തിരിക്കാം. അപ്പം ഹെഡിങ് വായിച്ചതിൽ നിന്നും, ഹെഡിങ് മാത്രം വായിച്ചതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ വായിക്കാൻ പോകുന്ന പിക്ക എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റിനെ കുറിച്ചുള്ള ഒരു ഏകദേശമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെർട്ടീസും നോളജും വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പാർട്ട് എയിൽ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും നമ്മൾ വായിക്കുന്നത്, ഇത് മുഴുവൻ വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം നമുക്കില്ല, ശരിയല്ലേ? അപ്പം എത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ 45 സെക്കൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ, ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് സ്കെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും 15 മിനിറ്റിൽ കൂടുതൽ പോകും. ഞാൻ പറയുന്നില്ല മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ ആൻസർ കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ ആൻസേഴ്സ് ഒക്കെ കിട്ടും, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പം 20 ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ റീഡിംഗ് ഒഴിവാക്കി സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യണം. അപ്പോൾ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും വായിച്ച് read the headings and subheading and thereby get an idea of the text. ഓരോ ടെസ്റ്റിലും പറയുന്ന ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഒരു അസംഷൻ, ഒരു ഗസ് വർക്ക് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. റീഡിങ് ദ ഹെഡിങ്സ്, റീഡിങ് ദ സബ് ഹെഡിങ്. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് റീഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുക, മൂന്നാമത്തത്. നാലാമതായിട്ട് ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദ കീവേഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് ഈ കീവേഡ് എന്ന് പറയുന്നത്? എന്താണ് അപ്പോൾ കീവേഡ് എന്ന് പറഞ്ഞാൽ in a sentence which vocabulary gives you the major idea of a sentence. ഒരു സെന്റൻസിൽ ഏത് വേർഡാണോ അതിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ തരുന്നത് ആ വേർഡിനാണ് കീവേഡ് എന്ന് പറയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. There are 5 types of Alzheimer's. There are 5 types of Alzheimer's. ഈ സെന്റൻസിലെ കീവേഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാവുന്നവർ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തു. ഏതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ കീവേഡ്? There are 5 types of Alzheimer's. ഇപ്പം കമന്റ് ബോക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അൽഷൈമേഴ്സ് എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും, 5 എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ടൈപ്സ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ടൈപ്സ് ഓഫ് 5 എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ വേർഡിലെ, ഈ പറഞ്ഞ സെന്റൻസിലെ കീവേഡ് എന്താണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അൽഷൈമേഴ്സിനെ കുറിച്ചാണ്. അൽഷൈമേഴ്സിനെ കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞത്? അൽഷൈമേഴ്സിന്റെ ടൈപ്സിനെ കുറിച്ചാണ്. എന്നിട്ട് പറയാണ് അൽഷൈമേഴ്സിന്റെ ടൈപ്സ് നോക്കിയാൽ അത് 5 എണ്ണമുണ്ട്. ഇപ്പം മെയിൻ ആയിട്ടുള്ള കീവേഡ് എന്താണ്? മേജർ ഐഡിയ എന്താണ്? ഞാൻ പറഞ്ഞതിലെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ആണ്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ കീവേഡ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സ്കില്ല് നിങ്ങൾ നിങ്ങളുടെ 18-20 വർഷത്തെ അക്കാഡമിക്സ് കൊണ്ട് നേടിയിട്ടുണ്ടാവും. ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രധാന ആശയം, വാട്ട് ഈസ് എ മേജർ ഐഡിയ എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അതെന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് സാധിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ ടു ജനറലൈസ് എവ്രി വൺ ഇൻ ദ ക്ലാസ്. എല്ലാവരെയും ഒരേപോലെ കാണുന്നതിൽ സാധിക്കുമോ? ഇല്ല. ഇതിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഒരു സെന്റൻസ് വായിച്ചിട്ട് എന്താണ് കീവേഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ക്യാൻ യൂസ് ദിസ് ഇൻ ദ എക്സാമിനേഷൻ. ഇത് എക്സാമിനേഷൻ ഹാളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻസ് പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടെക്നിക്കല്ല. ഇത് നിങ്ങൾക്കിപ്പം തുടങ്ങാൻ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക്, ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എങ്കിൽ, കീവേഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക്. ഒരു സെന്റൻസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്മോൾ വൊക്കാബുലറീസ്, ചെറിയ വാക്കുകൾ, ഈസ്, ആർ, ആം, വാട്ട്, വൈ, വിച്ച്, ഹൗ തുടങ്ങിയിട്ടുള്ള ചെറിയ വാക്കുകൾ എല്ലാം എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന വലിയ വാക്കുകൾ അത് ആ സെന്റൻസിന്റെ കീവേഡ് ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇത് എക്സാമിനേഷൻ ഹാളിലും ഇൻറ്റൻസ് പ്രാക്ടീസ് സെഷനിലും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മാത്രം ഇത് തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കി, ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട്, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി ഇതിന് വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്ത് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാന ആശയം എന്താണ്, വാട്ട് ഈസ് എ മേജർ ഐഡിയ എന്നുള്ളത് നോക്കി അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് സാധിക്കണം. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് വാട്ട് ഈസ് ദ മേജർ ഐഡിയ ഓഫ് ദാറ്റ് സെന്റൻസ്, then that idea can consider as keyword. അതാണ് 4ാമതായി ചെയ്യേണ്ട കാര്യം. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കീവേഡ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. 5ാമത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദ സിനോണിംസ് ഓഫ് ദ ഐഡന്റിഫൈഡ് കീവേഡ്. കണ്ടുപിടിച്ച കീവേഡിന്റെ സിനോണിംസ് എന്താണ്, ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക. എന്താണ് സിനോണിംസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സിനോണിംസ് എന്ന് പറഞ്ഞാൽ? ദ വേർഡ് വിച്ച് ഹാസ് ഗോട്ട് ദ സെയിം ഓർ സിമിലർ മീനിങ്, ഒരേ മീനിങ്ങുകൾ വരുന്ന തരത്തിലുള്ള വേർഡുകൾ. ഇപ്പം ടൈപ്സ് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, കീവേഡ് ആണ് എന്ന് പറഞ്ഞു. ടൈപ്സിന്റെ സിനോണിംസ് എന്തൊക്കെയായിരിക്കും?
നോക്കിയാൽ പറയാം ഫോംസ്, കൈൻഡ്, വേരിയേഷൻസ്, വെറൈറ്റീസ്, ഡിവിഷൻസ്, ഇങ്ങനെ കുറേ അധികമായിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ വേർഡിൻ്റെയും അല്ലെങ്കിൽ പല വേർഡുകളുടെയും സിനോണിംസ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഒരു പ്രീ അസംഷൻ, ഒരു ഏകദേശമായ മുൻധാരണ, അതിനാണ് സിനോണിംസ് കണ്ടുപിടിക്കാൻ പറയുന്നതിന് കാരണം. ഈ സിനോണിംസ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇംഗ്ലീഷ് എക്സ്പെർട്ടീസിനെ ബേസ് ചെയ്തിരിക്കും. ഇത് ഞാൻ 5 എണ്ണം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഞാൻ 2 എണ്ണം കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ 5 എണ്ണവും 10 എണ്ണവും കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകളും ഒരുപക്ഷെ ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വേർഡ് സ്ട്രെങ്തിനെയും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയെയും ബേസ് ചെയ്തിട്ടിരിക്കും. ഒരാൾക്ക് ഒരു സിനോണിം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തു വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സിനോണിംസ് ഓഫ് ദ ഐഡന്റിഫൈഡ് കീവേഡ്. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലേ? ആവേണ്ട കാര്യമില്ല. ഈ സിനോണിം എന്ന് പറയുന്നത് ആൻസർ കണ്ടുപിടിക്കുന്നതിന് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. സിനോണിം ഉണ്ട് എങ്കിൽ ആൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള ആൻസർ ക്ലൂസിന്റെ എണ്ണം നമുക്ക് കൂട്ടാം എന്ന് ചുരുക്കം. ഇഫ് യു ഹാവ് എ ഹാൻഡ്ഫുൾ നമ്പർ ഓഫ് സിനോണിംസ്, then that will increase the number of clues. മനസ്സിലായോ? ആൻസർ ക്ലൂസ് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സിനോണിംസ് ഒരു സ്പെസിഫിക് വേർഡിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടില്ല എന്നർത്ഥമില്ല. വി ആർ ലാക്കിംഗ് വിത്ത് സം ആൻസർ ക്ലൂസ്. നമ്മുടെ ആൻസർ ക്ലൂ കുറവാണ് എന്ന് അതിനർത്ഥമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ആൻസർ ക്ലൂ വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സ് ചെയ്യണം. അത്ര തന്നെയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. പക്ഷേ ഈ ട്രെയിനിങ് സെഷനിൽ നിങ്ങൾ OET പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വേർഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പാരലായിട്ട് ചെയ്തു പോവുക. ഒരു ദിവസം ഒരു 7, 8, 10 പുതിയ വാക്കുകൾ നിങ്ങളുടെ ഡെയിലി റീഡിംഗ് പ്രാക്ടീസിൻ്റെ അകത്ത് കിട്ടുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള പുതിയ വേർഡുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫോർട്ടും കൂടെ, അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം അത് ഗ്രാജുവലി നിങ്ങളുടെ ട്രെയിനിങ് സെഷനിൽ നിങ്ങളുടെ വേർഡ് സ്ട്രെങ്ത് കൂടും. അതിനനുസരിച്ച് അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്നതിന് സഹായിക്കും. മനസ്സിലായില്ലേ? അടുത്തത്, സിനോണിംസ് കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, 6ാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ് യുവർ ആൻസർ. ഈ ഗസ് വർക്ക് എന്ന് പറയുന്നത് 2 ആസ്പെക്റ്റിൽ, ഇതിൻ്റെ ഗസ് വർക്കിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, ഗസ് യുവർ ആൻസേഴ്സ് വെരി സ്പെസിഫിക്കലി വിത്ത് യുവർ എക്സിസ്റ്റിംഗ് നോളജ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. നമുക്ക് കിട്ടുന്ന അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊസീജിയറിനെ കുറിച്ചോ ആയിരിക്കും. നമ്മളുടെ ഒരു ഹെൽത്ത് നോളജ് വെച്ചിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസും വായിക്കാതെ തന്നെ ഒരുപക്ഷെ ആൻസേഴ്സ് ചെയ്യുന്നതിന് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം. പാർട്ട് എയിലെ റീഡിംഗ് അബ്സ്ട്രാക്റ്റിൽ തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്യൂബർക്ലോസിസ് ആണ് എന്ന് വിചാരിക്കും. ട്യൂബർക്ലോസിസ്, അതിനെ ബേസ് ചെയ്ത് 4 ടെക്സ്റ്റ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് ട്യൂബർക്ലോസിസ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ട്യൂബർക്ലോസിസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാണ് എന്ന് എഴുതുന്നതിന് വേണ്ടി അബ്സ്ട്രാക്റ്റ് വായിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് നമ്മുടേതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ട്, ഇല്ലേ? നമുക്കറിയാം എന്താണ് അതിൻ്റെ ആൻസർ എന്ന്. ഇതേപോലെ പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമുക്ക് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരുപക്ഷെ ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ഗസ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ തന്നെ ഗസ് ചെയ്യുക എന്താണ് എന്നുള്ളത്. ഇനി പോട്ടെ,
നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മളെല്ലാം ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഹെൽത്ത് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഡിസീസ് കണ്ടീഷൻസിനെ കുറിച്ചും പ്രൊസീജിയറിനെ കുറിച്ചും അവെയർ ആയിരിക്കണം എന്ന് നിർബന്ധിക്കുന്നത് ഒരുപക്ഷെ നടക്കാത്ത കാര്യമാണ്. അതിൻ്റെ യാതൊരു കാര്യമില്ല. നമുക്കറിയത്തില്ലാത്ത പല സബ്ജക്റ്റുകളുണ്ടാവും. അവിടെയാണ് ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ഗസ് വർക്ക്. നമുക്കറിയത്തില്ലാത്തൊരു ടോപ്പിക്കാണ് എന്ന് വിചാരിക്കും. അപ്പം ഇതുപോലെ സ്പെസിഫിക് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രൈ ടു ഗസ് ദ ആൻസർ ഫോർ ഇറ്റ്സ് ലൊക്കേഷൻ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് ടെക്സ്റ്റിൽ ആയിരിക്കും എന്നതിനെക്കുറിച്ച് ഗസ് ചെയ്യത്തില്ലേ? ഫോർ ടു സേ ആൻ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടെ പിക്കയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇല്ലേ? 4 ടെക്സ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ടെക്സ്റ്റ് എ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആൻഡ് ഇവാലുവേഷൻ ആണ്. ടെക്സ്റ്റ് ബി എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ടെക്സ്റ്റ് സി എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ ആണ്. ടെക്സ്റ്റ് ഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ആണ് എന്ന് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പിക്കയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഇത് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഓൾ ആർ ദ പ്രസന്റിംഗ് ഫ്യൂച്ചേഴ്സ് ഓഫ് പീക്ക എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ ഏത് ടെക്സ്റ്റിലായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയോ, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തു. ഏതാണ്? നമുക്കറിയാം, പ്രസന്റിംഗ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ബിയിൽ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എവിടെയാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് അല്ലേ? ഇതേപോലെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് പറ്റും. ഇല്ലെങ്കിൽ ഹൗ ടു കൺഫേം പിക്ക എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? എവിടെ കാണാനാണ് സാധ്യതയുള്ളത്? കൺഫേം ചെയ്യുന്നത് ഡയഗ്നോസിസ് ആണ്. എവിടെയാണ് ആൻസർ? എവിടെയാണ്? എയിലാണ്. നമുക്ക് ഗസ് ചെയ്യാം, ആൻസർ എയിൽ കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ, ഇപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് എയിലാണോ എന്നുള്ള സംശയമുണ്ട്, എവിടെയായിരിക്കും? ഇതിൻ്റെ വേറെ ഒരു റിവേഴ്സ് വേർഷൻ ഓഫ് അപ്രോച്ച് നമുക്ക് എടുക്കാം. ഏതൊക്കെ ടെസ്റ്റിൽ ഇതിൻ്റെ ആൻസർ കാണുവാൻ സാധ്യതയില്ല എന്ന് ചെക്ക് ചെയ്തില്ലേ? അപ്പം ഡയഗ്നോസിസ് ആണ് അല്ലെങ്കിൽ ഹൗ ടു കൺഫേം പിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയും ഡിയും കോംപ്ലിക്കേഷൻസ് ആണ്. എന്തായാലും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. വി ക്യാൻ എലിമിനേറ്റ് ദീസ് ടു. അവിടെ ചെക്ക് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇല്ലേ? അപ്പം അത് ഒഴിവാക്കിയപ്പോൾ തന്നെ നമ്മൾ നേർപകുതിയായി. നമ്മൾ നോക്കേണ്ട സംഭവം നേർപകുതിയായി. പിന്നെ പോയിട്ട് എയിലുമുണ്ട് ബിയിലുമുണ്ട്. ഇതിൽ നിന്ന് എവിടെയാണ് ഉചിതം, ഏറ്റവും സാധ്യത കൂടുതൽ എവിടെയാണ്? ഒരു ഏകദേശം ചിന്തിക്കുന്ന ഒരാൾക്കറിയാം അത് ഡയഗ്നോസിസുമായിട്ട് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് അത് അവിടെ തന്നെ കാണും എന്നുള്ളത്. ഈ 6ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഹാവ് 3 ആൻസർ ക്ലൂസ്. നമ്മുടെ അടുത്ത് 3 ആൻസർ ക്ലൂ ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 ആൻസർ ക്ലൂ? ദ കീവേഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ദ സിനോണിംസ് ഓഫ് ദ കീവേഡ്, ദ ഗസ്റ്റ് ആൻസർ. 3 ആൻസർ ക്ലൂ നമുക്ക് കിട്ടും ഈ 6ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഈ 3 ആൻസർ ക്ലൂ കൊണ്ടാവണം നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുക. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. അതാണല്ലോ നമ്മുടെ പാർട്ട് എയുടെ റീഡിങ് സ്ട്രാറ്റജി. നമ്മൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ? സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എങ്ങനെ പാർട്ട് എയിൽ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു 7 സ്റ്റെപ്പ് അപ്രോച്ച് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 7 സ്റ്റെപ്പിൽ കൂടെ വരണം. അപ്പോൾ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സ്കിമ്മിങ്ങിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. സ്കിമ്മിങ് എന്ന് പറയുന്നത് റീഡിങ് 2 വെക്കാബുലറി സൈമൾട്ടേനിയസ്ലി ആൻഡ് ട്രാക്കിംഗ് ദാറ്റ് വേർഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം റീഡിങ് 2 വെക്കാബുലറി സൈമൾട്ടേനിയസ്ലി, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു when we read 2 vocabulary simultaneously it is not to get the idea of what you read. അതിൻ്റെ ഐഡിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, rather it is to compare it with. എന്നിട്ട് ഞാൻ പറയുന്നു ഈ കമ്പാരിസൺ എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ?
ആദ്യത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലാത്തവർ അതൊന്നും കൂടെ കണ്ടിട്ട് തിരിച്ചു വരിക കേട്ടോ. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു 6ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ നമുക്ക് 3 ആൻസർ ക്ലൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? ദ ആൻസർ ക്ലൂ ആർ കീവേഡ് ഓഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ്റെ കീവേഡ്, അതിൻ്റെ സിനോണിം, നമ്മുടെ ഗസ്റ്റ് ആൻസർ. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ 3 ആൻസർ ക്ലൂസ് നമ്മൾ നോക്കുന്ന 2 വേർഡുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. We need to compare our 3 answer clues with the 2 words which you look simultaneously. നമ്മൾ 2 വേർഡ് ഒരുമിച്ച് നോക്കുമ്പോൾ ആ 2 വേർഡുകളെ നമ്മുടെ 3 ആൻസർ ക്ലൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ when we read 2 vocabulary simultaneously and tracking that word, നമ്മൾ 2 വാക്കുകൾ 2 വേർഡുകൾ ഒരേപോലെ വായിച്ച് പോകുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 3 വേർഡുകളെയാണ്. ഏത് ലൈനിലാണോ നമ്മുടെ 3 ആൻസർ ക്ലൂസിനെ നമുക്ക് ഈ 2 വേർഡുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ നമ്മൾ സ്പെസിഫിക് ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു എന്ന് ചുരുക്കം. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണ്? 2 വേർഡുകൾ ഒരേപോലെ വായിക്കുമ്പോൾ 2 വേർഡ് ഒരേപോലെ വായിച്ച് നമ്മുടെ 3 ആൻസർ ക്ലൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ 3 ആൻസർ ക്ലൂ ഈ 2 വേർഡുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെയാണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. പറന്ന് നടക്കുന്ന പരുന്ത് കണ്ടുപിടിച്ച ഇര എന്ന് പറയുന്നത് അവിടെയാണ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പരുന്ത് എന്താ ചെയ്യുക? അങ്ങേക്ക് പറന്നിറങ്ങി അവിടുന്ന് ആൻസർ പറിച്ചെടുക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സെന്റൻസ് വായിക്കുക. ഏത് സെന്റൻസിലാണോ ഏത് ലൈനിലാണോ നമുക്ക് നമ്മുടെ ആൻസർ ക്ലൂ റിലേറ്റ് ചെയ്യാൻ പറ്റിയത്, ആ സെന്റൻസ് മാത്രം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അതിനാണ് സ്കാനിങ് എന്ന് പറയുക. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ അവിടെ നിന്ന് തന്നെ കിട്ടും. ഓൾമോസ്റ്റ് 90% ഓഫ് ദ കേസസ്, പാർട്ട് എയിൽ 90% കേസസിലും ഈ പാർട്ട് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ആ സെയിം സെന്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OET ഡിസൈൻഡ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് വേ. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പിക്ക് ചെയ്യാൻ ഒരു കാൻഡിഡേറ്റിന് പറ്റിയാൽ അവിടുന്ന് തന്നെ ആൻസേഴ്സ് കിട്ടത്തക്ക രീതിയിലാണ് OET ആ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. OETക്ക് വേണ്ടതും അത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് OET ഇങ്ങനെ ഒരു ടെസ്റ്റ്, ഇങ്ങനെ ഒരു സ്കിൽ അസസ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ നഴ്സസും ഡോക്ടേഴ്സും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്, ഇല്ലേ? നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നു, ഒരു റെഫറൽ കേസാണ് എന്ന് വിചാരിക്കുക. പേഷ്യന്റ് സാധാരണഗതിയിൽ ഒന്നെങ്കിൽ റെഫറൽ ലെറ്റർ ആയിട്ട് വരും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കേസ് നോട്ടുമായിട്ടായിരിക്കും വരിക. വളരെ എമർജൻസി ആയിട്ട് നമ്മളൊരു കെയർ ഇനിഷ്യേറ്റ് ചെയ്യണം അവിടെ. അപ്പം അത് കൊണ്ടുവന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് മുഴുവൻ വായിച്ച് പഠിക്കുന്നതിനുള്ള സമയം വല്ലതും ഉണ്ടാവുമോ? ഇല്ല. അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കെയർ ഇനിഷ്യേറ്റ് ചെയ്യണം. കിട്ടിയ സാധനം പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കി എന്തൊക്കെയാണ് സ്പെസിഫിക് ഇൻഫർമേഷൻ വേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കെയർ സ്റ്റാർട്ട് ചെയ്യണം. OET നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടർ, നമ്മുടെ ഹെൽത്ത് പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്താൽ OET ചെക്ക് ചെയ്യുന്നത് ഈ കഴിവ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് സിനാരിയോയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ റിലവൻസി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആൻഡ് ഇറ്റ്സ് വെരി റെയർ ദാറ്റ് യു പ്രോബബ്ലി നീഡ് ടു റീഡ് 1 സെന്റൻസ് എബവ് ഓർ 1 സെന്റൻസ് ബിലോ. ചില സന്ദർഭങ്ങളിൽ ഒരു ലൈൻ മുമ്പിലോ പുറകിലോ, അല്ലെങ്കിൽ ഒരു സെന്റൻസ് മുമ്പിലോ പുറകിലോ കൂടെ വായിക്കേണ്ടതായിട്ട് വരും. വളരെ അപൂർവമായിട്ടുള്ള ലെസ് ദാൻ 10% ഓഫ് കേസസ്. More than 90% of cases you can find that you will find your answer from the same line itself. ഇതാണ് the 7-step approach towards each question. If you have any doubts, that you can just comment on and we will reply to that. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഈ സ്ട്രാറ്റജി ഒരു എക്സസൈസിൽ
ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.